ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ ജോലിയൊക്കെ ആയിട്ട് ഞാൻ ഹെയർ കട്ടിന് പോയായിരുന്നു. അപ്പോൾ അത് ഞാനൊന്ന് ഷൂട്ട് ചെയ്തു. അതിൻ്റെ വ്ളോഗാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ആക്ച്വലി ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് തന്നെ മോർ ദാൻ 1 വീക്കായി. കഴിഞ്ഞ മുടി വെട്ടിയിട്ട് തന്നെ ഇപ്പോൾ 2 ആഴ്ചയോളമായി. പക്ഷേ എന്തുകൊണ്ടോ ഞാൻ ഇത് പോസ്റ്റ് ചെയ്തില്ല. ഞാൻ മറന്നുപോയതാണ്. ആക്ച്വലി ഞാൻ മറന്നുപോയതാണ്. അതാണ് സംഭവം. അപ്പോൾ ഞാൻ വേഗം തന്നെ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ മുടി വെട്ടാൻ പോയത് നമ്മുടെ തൃപ്പൂണിത്തുറയിലുള്ള കനാനി ഫാമിലി സലോണിലാണ്. അപ്പോൾ ഞാൻ പോകുന്നതിന് മുമ്പ് തന്നെ അവിടെ വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഓപ്പൺ ആണോ, വന്നോട്ടെ എന്നൊക്കെ. അപ്പോൾ അവർ വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു തിരക്കുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തിരക്കൊന്നുമില്ല, വന്നോളൂ, നമുക്ക് അപ്പോയിൻമെൻറ്റ്സ് ഇല്ല, നേരിട്ട് വന്നോളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നല്ല തിരക്കായിരുന്നു. എനിക്ക് ഒരു 45 മിനിറ്റ്സിൽ കൂടുതൽ എനിക്ക് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. നല്ല രീതിക്ക് തന്നെ തിരക്കുണ്ടായിരുന്നു. പിന്നെ അവിടെ വെയിറ്റ് ചെയ്തു. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു തിരിച്ച് പോകാമല്ലോ എന്ന്. പക്ഷേ എന്തായാലും വന്നതല്ലേ. അപ്പോൾ എനിക്കും ഒരു ചേഞ്ച് ആവശ്യമായിരുന്നു ഹെയർ കട്ടിന്. കാരണം മുടി വളർന്ന് ഒരു ഭംഗിയില്ലാത്ത രീതിയിലാണ് കിടന്നിരുന്നത്. അപ്പോൾ എന്തായാലും ഹെയർ കട്ട് ചെയ്തേക്കാമെന്ന് വിചാരിച്ച് ഞാൻ അവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്തു. കുറേ നേരം പോസ്റ്റായിട്ടോ. ഞാൻ പോയത് ലഞ്ച് പോലും കഴിക്കാണ്ടാണ് പോയത്. അത് കാരണം അവിടെ വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും എനിക്ക് നല്ലോണം തന്നെ വിശന്നു. പക്ഷേ എന്തായാലും ചെന്നതല്ലേ, കാര്യം നടക്കട്ടെ എന്ന് വെച്ചാൽ അവിടെ വെയിറ്റ് ചെയ്ത് ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിരുന്നു. അപ്പോൾ അവരെന്നെ വാഷ് ചെയ്യാൻ വിളിച്ചത്തേക്കും പിന്നെ എനിക്ക് സമാധാനമായി. അപ്പോൾ അതിന് തലേ ദിവസം ഹെയർ കട്ട് ചെയ്യാൻ ചെന്നതിന് തലേ ദിവസം ഞാൻ ഹെയർ വാഷ് ചെയ്തിട്ടാണ് പോയത്. പക്ഷേ എന്നിട്ടും ഒരു ഹെയർ വാഷ് എന്ന് പറയാം, മുടിയിൽ നല്ലോണം എണ്ണയുണ്ടെന്ന്. അങ്ങനെ ഹെയർ വാഷ് ചെയ്യാനൊക്കെ ഇരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, മീൻസ് ഗ്രോത്ത് കട്ട് ചെയ്താൽ മതി. പക്ഷേ കഴിഞ്ഞ തവണ എൻ്റെ ലെയേഴ്സ് കട്ട് ചെയ്തപ്പോൾ ഭയങ്കര പോയിൻറ്റഡ് വി ആയിട്ടാണ് കട്ട് ചെയ്തത്. അപ്പോൾ അത് വളർന്ന് വന്നപ്പോഴേക്കും മുടി ഒരു രസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇത്തവണ പറഞ്ഞു, എനിക്ക് പോയിൻറ്റഡ് വി ആയിട്ട് വേണ്ട, എനിക്ക് നല്ല യു ആയിട്ട് തന്നെ മതി, എന്നിട്ട് കുറച്ച് ലെയേഴ്സ് വന്നോട്ടെ എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിക്ക് അവർ കുറേ സജഷൻസൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് വെട്ടി തന്നത്. ഞാനിപ്പോൾ കനാനിയിൽ സെക്കൻഡ് ടൈമാണ് ഹെയർ കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവരുടെ ഒരു കസ്റ്റമർ സർവീസ് എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെയാണ് ഞാൻ നന്ദൂരി ഒരിക്കൽ അവിടെ മുടി വെട്ടാൻ കൊണ്ടുപോയത്. അപ്പം ഞാനൊക്കെ പണ്ട് മുടി വെട്ടുന്നത് കണ്ടേക്കുന്നത് പണ്ടൊക്കെ, അതായത് ഒരു ലെയറായിട്ട് ചീകി എടുത്ത് പതുക്കെ വെട്ടുക അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇവർ ഭയങ്കര മുടി അങ്ങോട്ട് പിടിച്ച് ഈ അച്ചാലും പുച്ചാലും വെട്ടിക്കളയാന്ന് പറയില്ലേ, അതുപോലെയായിരുന്നു. അത് പ്രൊഫഷണലിസത്തിൻ്റെ ഭാഗമായിരിക്കും അവരുടെ. അങ്ങനെ ചെയ്ത് നല്ല രസമായിട്ട് ചെയ്ത് തന്നു കേട്ടോ. എന്തായാലും ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ അധികം ലെങ്ത്തും കുറച്ചില്ല. പക്ഷേ നല്ല എന്താ പോയിൻറ്റഡ് വി ആക്കാതെ യു ആയിട്ടൊക്കെ വെട്ടി തന്നു. ഹെയർ കട്ട് ചെയ്ത് എന്തൊക്കെ അതിൻ്റെ ഭംഗി അറിയണമെങ്കിൽ അവർ സെറ്റ് ചെയ്ത് തരണം. അവർ സെറ്റ് ചെയ്ത് തന്നെ എന്തൊക്കെ എന്ത് ഭംഗിയല്ലേ, എന്ത് രസമായിട്ട് അവർ സെറ്റ് ചെയ്തിടുന്നത്. പക്ഷേ എൻ്റെ മുടിയിൽ സെറ്റ് ചെയ്തിടുന്നത് അധികം ലാസ്റ്റ് ചെയ്യില്ല. ഒരു ലെസ് ദാൻ 1 ഡേ അത്ര എൻ്റെ മുടിയിൽ സെറ്റ് ചെയ്താലിരിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്തൊക്കെ തന്നതെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, അടിപൊളിയായിരുന്നു. ഹെയറൊക്കെ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മുടിക്കൊക്കെ ഒരു നല്ല ഫ്രഷ് ലുക്കല്ലേ, ഒരു ജീവൻ വെച്ച പോലെയാണ്. നമുക്ക് തന്നെ ഒരു ഫ്രഷ് ലുക്ക് വരും, നമ്മുടെ ലുക്ക് തന്നെ കംപ്ലീറ്റ് ആവുന്ന പോലെയാണ്. അതാണ് ഞാൻ പിന്നെ ഹെയർ കട്ട് എന്തായാലും ചെയ്തേക്കാമെന്ന് വിചാരിച്ച് പോയത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.